ഇതെന്താണ് സാധനം? ഇതെന്താ? പഞ്ഞിയല്ലേ? പഞ്ഞി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ മുറിവുകൾ ഉണ്ടാവുമ്പോൾ അത് വെച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ്, ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരത്തിന് മുറിവേൽക്കും പോലെ നമ്മുടെ മനസ്സിന് മുറിവേൽക്കാറുണ്ട്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദൻ ക്യൂർ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ മനസ്സിന് മുറിവേൽക്കുന്നതിന് മുന്നേ നമുക്ക് ഈ രണ്ട് പഞ്ഞിക്കഷ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിന് മുറിവേൽക്കാതെ നമുക്ക് നോക്കാൻ സാധിക്കും. എങ്ങനെയാണെന്നല്ലേ? നമ്മുടെ മുഖത്ത് നോക്കി ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ചില വാക്കുകൾ പ്രയോഗിക്കാറുണ്ട്. അതായത് നികൃഷ്ട ജീവി, മന്ദബുദ്ധി, വിവരമില്ലാത്തവൾ, നിനക്ക് ആര് പെണ്ണ് തരും, നിനക്ക് ഇനിയിപ്പോൾ രാജകുമാരൻ വരുമോ, നീ ഒരു കഞ്ചാവാണ്, നീ ഒരു പോക്ക് കേസാണ്, നിന്നെ നമ്മൾ വണ്ടേ വിട്ടതാ, അഹങ്കാരി, തന്നിഷ്ടക്കാരി, തോന്നിവാസി, ദൈവത്തിന് ഭയമേ ഇല്ലാത്തവൾ, ഇങ്ങനെ തുടങ്ങിയ പദപ്രയോഗങ്ങളൊക്കെ തന്നെ നമ്മുടെ പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ ഗുരുക്കന്മാരോ നമ്മുടെ ബന്ധുക്കളോ നമ്മുടെ സഹോദരങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ നമ്മൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി പ്രയോഗിച്ചിട്ടുള്ള പദങ്ങൾ തന്നെയാണ്. ഇനി അത് കേട്ടിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാർ, ഭാഗ്യവതികൾ. ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങൾ അവരെ പ്രയോഗിക്കുമ്പോഴോ നമ്മുടെ നനഞ്ഞ പടക്കം പോലെ ആവുകയും ചെയ്യും അല്ലേ? ഒരു ദിവസം ഭയങ്കര രീതിയിൽ ആളിക്കത്താനായിട്ടിരിക്കുമ്പോഴായിരിക്കും ഇതുപോലെ കുറെ വാക്കുകൾ അവരുടെ വായിൽ നിന്ന് വീഴുന്നത്. അതോടുകൂടി നമ്മൾ നനഞ്ഞ പടക്കമായി. അപ്പോൾ ആ ദിവസം മൊത്തം പോകുന്നതും ആ ദിവസം മുഴുവൻ കൊളമാകുന്നതും അവർക്കല്ല, നമുക്ക് തന്നെയാണ്. ഇവരൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ഒന്ന് വിചാരിച്ചാൽ മതി, ആരോ കൊളുത്തിവിട്ട തീപ്പൊരിയാണ് ഇവരൊക്കെ നിങ്ങളുടെ പുറത്തേക്ക് പടർത്തി വിടാനായിട്ട് ശ്രമിക്കുന്നത്. അതിൽ ജ്വലിച്ച് കയറി അതിജീവിക്കണോ അതോ കെട്ടടങ്ങി ചാരമാവണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. നമ്മൾ ജ്വലിച്ചാലും അവർ പുച്ഛിക്കും, നമ്മുടെ ചാരമായാലും അവർ പുച്ഛിക്കും. അന്നേരമാണ് നമുക്ക് ഈ പഞ്ഞിയുടെ ഉപയോഗം വരുന്നത്. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പറയാനായിട്ട് ചാൻസ് ഉള്ള സമയത്ത് ചില സ്ഥലത്താണെങ്കിൽ എന്നും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ പഞ്ഞി രണ്ടും എടുത്ത് നിങ്ങളുടെ രണ്ട് ചെവിയിലും കൂടി തിരികെ വെക്കണം. എന്തൊരു സുഖം, ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പൊ ഇങ്ങനെ ഇരിക്കണം. എന്നിട്ട് നിങ്ങൾ ഈ പഞ്ഞി വെച്ച ശേഷം കിലുക്കത്തിലൊരു കോമഡി രംഗമുണ്ട്. അതായത് കാമധേനു ലോട്ടറി ടിക്കറ്റ് കൊടുക്കുന്ന സമയത്തുള്ള ഒരു രംഗമാണ്. ആ രംഗം നമുക്ക് ഇപ്പൊ കാണാം. അത് തന്നെ, കുറെ കേട്ടിട്ടുണ്ട്. ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ ഈ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരുടെ വാ കഴിച്ച് അവരത് നിർത്തുമെന്നല്ലാതെ നമ്മൾ ഒരിക്കലും തോറ്റു പോകത്തില്ല. നിങ്ങൾ ജനിച്ചതും നിങ്ങൾ ഇത്രയും പഠിച്ചതും നിങ്ങൾ ഇത്രയും അധ്വാനിച്ചതും നിങ്ങൾ ഇത്രയും ഉയർന്നതും ഒക്കെ നാട്ടുകാരുടെയും മറ്റുള്ളവരുടെയും വായിലിരിക്കുന്ന കേൾക്കാനല്ലല്ലോ. നിങ്ങളായിട്ട് ആരുടെയും വായിലിരിക്കുന്ന കേൾക്കേണ്ട യാതൊരു കാര്യമില്ല. അതിനുള്ള ലൈസൻസും നമ്മൾ ആർക്കും കൊടുത്തിട്ടുമില്ല. അപ്പോൾ ഈ പൈസ ചെലവ് കുറഞ്ഞ ഈ ഒരു പഞ്ഞി നമുക്ക് ജീവിതത്തിൽ എത്രമാത്രം ഉപകാരപ്രദമാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇതൊക്കെ എന്ത്? ഈ കേൾക്കുന്ന വിമർശനങ്ങളും ഈ കേൾക്കുന്ന കുറ്റപ്പെടുത്തലുകളും ഒക്കെ തന്നെയാണ് കൂടുതൽ വളരാനുള്ള വളം. ഇങ്ങനെ ഇവരിതുപോലുള്ള കാര്യങ്ങൾ തന്ന ആ വളം നമ്മളിലോട്ട് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വളരൂ. അല്ലെങ്കിൽ വേറൊരാൾ പറയുമ്പോൾ നമുക്ക് അത് അതിജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളൊക്കെ തന്നെ നമ്മൾ കേൾക്കണം. അതിൽ നിന്നാണ് നമുക്കൊരു പ്രചോദനം ഉണ്ടാവുന്നത്. ഈ പറയുന്ന പോലെ ആളി പടരാനുള്ള ഒരു ത്വര ഉണ്ടാവുന്നത് അവിടെ നിന്ന് തന്നെയാണ്. അതിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇട്ട് തന്നാൽ മാത്രമേ നമുക്കിങ്ങനെ തഴച്ചങ്ങ് വളരാൻ പറ്റൂ. അങ്ങനെ നമ്മൾ തഴച്ച് വളരുമ്പോഴോ ഇതുപോലെ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും പുച്ഛവും ഒക്കെ കേട്ട് നമ്മളിങ്ങനെ വളരുമ്പോൾ നമ്മുടെ വേരുകളുണ്ടല്ലോ ശക്തിപ്പെടും. അങ്ങനെ വേരുകൾക്ക് ശക്തി കൂടിയാലോ പെട്ടെന്ന് നമ്മൾ പൊഴുതു വീഴുവോ? ഒരിക്കലുമില്ല. പ്രതിസന്ധികളിൽ ഒന്നും ഉലയാതെ തന്നെ നമ്മൾ അങ്ങനെ പിടിച്ചു നിൽക്കും. അതുപോലെ ആവണം. ഈ പറയുന്നവർക്കൊക്കെ ഭയങ്കര ഒരു തെറ്റിദ്ധാരണയുണ്ടെന്നേ. അവരെന്തൊക്കെയോ തെളിഞ്ഞവരാണ്, അവരെന്തൊക്കെയോ നേടിയവരാണെന്നുള്ളത്. അവരുടെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലേ അവർ പറയുന്നത്. അവർ പറഞ്ഞോട്ടെ. അവർ പറഞ്ഞു എന്ന് വെച്ച് നിങ്ങൾ അങ്ങനെ ആവണമെന്നുണ്ടോ? ഒരിക്കലുമല്ല. നമ്മുടെ മാനസികാരോഗ്യം പ്രധാനമാണല്ലോ അല്ലെ? അപ്പൊ അതിന് ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് ഈ സംഭവങ്ങൾ ഇങ്ങനെ തിരികെ വെക്കുന്നത്. അപ്പൊ എന്തായാലും ഇതുപോലെ കേൾക്കാനുള്ളത് മാത്രം കേൾക്കുക, മറുപടി പറയേണ്ട സാഹചര്യത്തിൽ മാത്രം മറുപടി പറഞ്ഞ് സന്തോഷത്തോടെ മുന്നോട്ട് പോവുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.